ഇത് ആദ്യം ഉണ്ടായ സമയം മുതൽ നമ്മുടെ പാർട്ടിയും CI2 നമ്മുടെ സഹാക്കളെല്ലാവരും ജീവനക്കാരായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇത് അതിക്രൂരമായൊരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് കാണാം. തലേ ദിവസം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രതീക്ഷയില്ല, പിറ്റേ ദിവസം ഇങ്ങനെ പറയുന്ന ഒരു പ്രതീക്ഷയില്ല. ഒരു മെയിൽ പോലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വന്നിട്ടില്ല. ടെർമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെയിൽ പോലും വന്നിട്ടില്ല. ഇപ്പോൾ ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പറഞ്ഞു വിട്ടത് എന്ന് പറയണം. ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ രാജ്യത്ത് വലിയ രൂപത്തിൽ കൊള്ളയ്ക്ക് സഹായകരമാവുന്ന വിധത്തിലേക്ക് ലേബർ കോഡ് ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് പാസ്സാക്കിയിട്ടുണ്ട്. ആ ലേബർ കോഡ് വലിയ രൂപത്തിൽ തൊഴിലാളികളെ ചൂഷണത്തിന് ഇടവരുത്തുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ലേബർ കോഡിൽ പറയുന്ന മാനദണ്ഡങ്ങളും പാലിച്ചിട്ടില്ലല്ലോ. ലേബർ കോഡ് പ്രകാരം 300-ലധികം വരുന്ന തൊഴിലാളികളുണ്ടെങ്കിൽ അത് മുൻകൂർ അനുവാദം വാങ്ങണ്ടേ? എന്നാൽ ലേബർ കോഡിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളതെങ്കിൽ ഇവിടെ അതും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കാണും. കേരളത്തിലാണെങ്കിൽ ലേബർ കോഡ് യാഥാർത്ഥ്യമാക്കിയിട്ടില്ല, അതിൻ്റെ ചട്ടവും മറ്റു കാര്യങ്ങളൊന്നും രൂപീകരിച്ചിട്ടില്ല. ലേബർ കോഡ് എങ്ങനെയാണ് തൊഴിലാളികളെ ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷനെ തന്നെ ഇടതുപക്ഷ സർക്കാർ നിയോഗിച്ച അതിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിലനിൽക്കുമ്പോൾ ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടികളെ ഇങ്ങനെ ദ്രോഹിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ ബന്ധപ്പെട്ടവർ വ്യക്തമാക്കേണ്ടതാണ്. അടിയന്തരമായി ചെയ്യേണ്ട കാര്യം ഇപ്പോൾ അവരെ ഓഫീസിൽ കയറാൻ അനുവദിക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഗവൺമെൻറ് തന്നെ പറഞ്ഞത് ബന്ധപ്പെട്ട കമ്പനികളുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുകയാണെന്നാണല്ലോ പറഞ്ഞത്. ചർച്ച നടക്കുന്നത് ഇങ്ങനെ തൊഴിലാളികളെ പൊതുനിരത്തിൽ ഇറക്കി നിർത്തിയിട്ടാണോ സാധാരണ നിലയിൽ ചർച്ച നടക്കുന്നത്? അപ്പോൾ അടിയന്തരമായി അവരെ ഓഫീസിൽ കയറാൻ അനുവാദം നൽകണം. അതല്ലെങ്കിൽ അതിനാവശ്യമായ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. എന്നിട്ട് ഇത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമാക്കണം. വെറുതെ ഒരു തൊഴിലാളിയൊന്നും പിരിച്ചുവിടാൻ കേരളത്തിനകത്ത് അങ്ങനെ കഴിയില്ല. ഇവിടെ നീണ്ട കാലത്തെ തൊഴിലാളി സമരം കൊണ്ട് രൂപപ്പെട്ടു വന്ന ഒരു നാടുകൂടിയാണ് കേരളം. അവിടെ തൊഴിലാളികൾക്ക് ന്യായവും മാന്യവുമായ അവകാശങ്ങൾ അവർക്കുള്ളതാണ്. അതിൻ്റെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കണം. അടിയന്തരമായി കേരള സർക്കാരിൻ്റെ ശക്തമായ ഇടപെടൽ വരണം. എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറിപ്പോകുന്ന സമീപനം സ്വീകരിച്ചാൽ പോരാ. കേരള സർക്കാരിന് ഇതിൻ്റെ അകത്ത് ശക്തമായി ഇടപെടാൻ കഴിയുന്ന ഒന്നാണ്. കൺകറൻറ്റ് ലിസ്റ്റിൽ പെട്ടതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്റ്റേറ്റിനകത്ത് പുതിയ ലേബർ കോഡ് നടപ്പാക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് ന്യായമായും ഇതിനകത്ത് ഇടപെടാനുള്ള എല്ലാ പ്രൊഫഷനുകളും നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണം. ഹൈ എഡ്യൂക്കേറ്റഡായ കുട്ടികൾ ഇപ്പം നിരത്തിൽ നിൽക്കുകയാണ്. അവരുടെ ഓഫീസ് സ്ഥലത്തുനിന്ന് അവരെ ഇറക്കി വിട്ട് മണിക്കൂറുകളായി കേരളത്തിൻ്റെ നിരത്തിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണം. ഈ കുട്ടികളെ അടിയന്തരമായി ഓഫീസിൽ തിരിച്ചു കയറ്റാൻ ആവശ്യമായ സമീപനം ചെയ്യണം. ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ആവശ്യമായ സമീപനമാണ്. ഇവിടെ കേൾക്കുന്ന മറ്റൊരു വിവരം, ഇതിനകത്ത് ഒഴിവാക്കപ്പെട്ട കുട്ടികൾ മലയാളികൾ മാത്രമാണ് എന്നുള്ളത് കൂടിയാണ്. ഇവിടെ തന്നെ ഉണ്ടായിരുന്ന അന്യ സംസ്ഥാനത്തിലുള്ള കുട്ടികളെ ജോലി എടുത്തുകൊണ്ടിരുന്നവരെ ഈ രൂപത്തിൽ പിരിച്ചു വിട്ടിട്ടില്ല എന്നും ചിലർ പറയുന്നുണ്ട്. അതാത് സ്റ്റേറ്റുകളിലേക്ക് അവർക്ക് മാറ്റി കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ചെയ്ത്. അപ്പം മലയാളികളോടുള്ളൊരു വിദ്വേഷം കൂടിയായിട്ടാണ് ഈ നടപടിയെ കാണേണ്ടത്. അതുകൊണ്ട് നിർബന്ധമായും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ ഗവൺമെൻറ് ഇടപെടണം. ഈ കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ ആവശ്യമായ സമീപനം ചെയ്യണം. അതിൽ ഒന്നാമത് ചെയ്യേണ്ട കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്, അടിയന്തരമായി കുട്ടികളെ ഓഫീസിനകത്ത് കയറ്റാൻ ആവശ്യമായ സമീപനം എടുക്കണം. ചർച്ചകളും എല്ലാം നടക്കുന്നത് മാന്യമായിട്ട് അങ്ങനെയാണ് നടക്കേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള കാര്യം ചെയ്യണം.